ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് കോൺഫിഡൻസ് ഇല്ല. കുട്ടികളായാലും വലിയവരായാലും പല കാര്യത്തിലും കോൺഫിഡൻസോടെ വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പല ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യം ഞാൻ സംസാരിക്കാം. ഡ്രസ്സിങ്ങിലൂടെ നമുക്ക് കോൺഫിഡൻസ് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത്. നമ്മൾ മേക്കപ്പ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അഡീഷണൽ ആക്സസറീസ് യൂസ് ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു കംഫർട്ടായി, നമ്മുടെ ബോഡിക്ക് അത് കംഫർട്ട് ആവും നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളില് കോൺഫിഡൻസ് ലെവല് ഓൾറെഡി ജനറേറ്റ് ആവും ആ നിമിഷം തന്നെ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരിക്കലും ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നമുക്ക് സ്യൂട്ട് ആവുന്ന സ്റ്റൈലിനെ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മൾക്ക് കോൺഫിഡൻസ് ലെവൽ തരില്ല. നമുക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ നീറ്റ് ആയിട്ട് അയൺ ചെയ്തതും നമ്മുടെ സാരിക്ക് ചേർന്ന് തന്നെ ഒരു ബ്ലൗസ് യൂസ് ചെയ്യുക, ഇതെല്ലാം വെയർ ചെയ്ത് നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി അതിന്റെ ആക്സസറീസ് എല്ലാം യൂസ് ചെയ്ത് ഒരു മിററിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യണം, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഫീൽ ചെയ്യണം. അവിടെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല, ഒരുവിധം എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോർമുല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഫാബ്രിക് പ്ലസ് റൈറ്റ് ഫിറ്റ് ആൻഡ് നീറ്റ് ഡ്രസ് ഇറ്റ്സ് ഈക്വൽ ടു റിയൽ കോൺഫിഡൻസ്. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല ഫോളോ ചെയ്തു വന്നാൽ നമുക്ക് ആ ഡ്രസ്സിങ്ങിലൂടെ നമ്മൾ കോൺഫിഡന്റ് ആകും. അപ്പൊ എക്സ്പെൻസീവ് അല്ല കാര്യം, എക്സ്പെൻസീവ് ഡ്രസ്സിലല്ല, ഡ്രസ്സിങ്ങിലാണ് കാര്യം. എക്സ്പെൻസീവ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളുടെ ഇത് മാനദണ്ഡം. അപ്പൊ നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് കോൺഫിഡന്റ് ആയിട്ട് ഇടുന്നതെന്ന് എനിക്ക് കമന്റ് ചെയ്യുക. ഓക്കെ.